മഹത്വപ്പെടുമാറാകട്ടെ. സമാധാനമില്ലാത്തൊരു ലോകത്ത് സമാധാനപ്രഭുവായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ പരമാധികാരിയും സർവശക്തനുമായ യഹോവയെ പരിശുദ്ധാത്മ നിറവിൽ ആരാധിപ്പാൻ ലഭിച്ച ഈ വിലയേറിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എന്നെ പ്രേരിപ്പിച്ചൊരു വേദഭാഗം സങ്കീർത്തനം 132 7 8 വാക്യങ്ങൾ. നാം അവൻ്റെ തിരുനിവാസത്തിലേക്ക് ചെന്ന് അവൻ്റെ പാദപീഠത്തിൽ നമസ്കരിക്കുക. 8 വാക്യത്തിൽ, യഹോവേ, നീ നിൻ്റെ ബലത്തിൻ്റെ പെട്ടകവുമായി നിൻ്റെ വിശ്രാമത്തിലേക്ക് എഴുന്നള്ളണമേ. യഹോവയുടെ തിരുനിവാസം, യഹോവയുടെ പെട്ടകം, ഈ വിഷയങ്ങൾ പഴയ നിയമ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ നമുക്ക് ആർക്കും അടുത്ത് ചെല്ലുവാനോ ഒരു നോക്ക് കാണുവാനോ അസാധ്യമായ ദൈവിക തേജസ്സിൻ്റെ ഇരിപ്പിടമാകുന്നു. പെട്ടകം ദൈവത്തിൻ്റെ സിംഹാസനമായും തിരുനിവാസം ദൈവാലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലമായും പഴയ നിയമത്തിൽ ദൈവം തൻ്റെ ജനത്തിന് നൽകിയ കൽപ്പനകളിൽ നമുക്ക് കാണാം. അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ നിവാസത്തിൽ വെച്ചിരിക്കുന്ന ആ പെട്ടകം അതിപരിശുദ്ധമായി കാത്തു സൂക്ഷിക്കേണ്ട സ്ഥാനമായിരുന്നു. ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കാൻ ഇറങ്ങി വരുന്ന ആ അതിപരിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ മാത്രം പ്രത്യേക കരുതലോടെ മാത്രം കയറി ചെല്ലുവാൻ അനുവദിച്ചിരുന്ന സ്ഥലമായിരുന്നു. ഇവിടെ സങ്കീർത്തക്കാരൻ പറയുന്നത്, നാം അവൻ്റെ തിരുനിവാസത്തിലേക്ക് ചെന്ന് അവൻ്റെ പാദപീഠത്തിൽ നമസ്കരിക്കുക അഥവാ ആരാധിക്കുക. ഭയത്തോടും വിറയലോടും യാഗങ്ങളോടും അതിപരിശുദ്ധിയോടും കൂടെ പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുവാനുള്ള ആഹ്വാനമാണ് നാം ഇവിടെ കാണുന്നത്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിൽ അടുത്ത് ചെല്ലുക. ഇന്ന് ധൈര്യത്തോടുകൂടെ ആ കൃപാസനത്തിലേക്ക് അടച്ചു ചെല്ലുവാനുള്ള പദവി, അധികാരം നമുക്ക് ലഭിച്ചത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം മാത്രമാകുന്നു. പ്രിയമുള്ളവരെ, ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലമോ മറ്റു വിഷയങ്ങളോ ഒന്നും വിവരിപ്പാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ 2 ശമൂവേൽ 7-ാം അധ്യായത്തിൽ ദാവീദിൻ്റെ ഹൃദയത്തിൽ ഉദിച്ച ഏക ആഗ്രഹം താൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, യഹോവയുടെ പെട്ടകം തിരശ്ശീലയ്ക്ക് അകത്തിരിക്കുന്നു. അത് ദാവീദിന് സഹിച്ചുകൂടാത്തൊരു ചിന്തയായിരുന്നു. യഹോവയുടെ സിംഹാസനം മനോഹരമായൊരു ദേവാലയത്തിലെ അതിപരിശുദ്ധ സ്ഥലത്ത് വേണം വയ്ക്കുവാനുള്ള ആഗ്രഹം ആ ദാവീദിനുണ്ടായിരുന്നു. അത് യെരൂശലേമിൽ യഹോവയുടെ ഒരു ദേവാലയം പണിവാനുള്ള താല്പര്യം ഉണ്ടായി. അത് തൻ്റെ മകനായ ശലോമോൻ നിറവേറ്റി എന്ന് നമുക്കറിയാവുന്നതാണല്ലോ. എന്നാൽ നാം ആരാധിക്കുവാൻ അടുത്തു വന്നിരിക്കുന്നത് പരിശുദ്ധനും അരൂപിയും ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായ അതിപരിശുദ്ധനായ ദൈവിക സിംഹാസനത്തിന് മുമ്പാകെയാകുന്നു. അങ്ങനെയുള്ള ഒരു തിരുനിവാസത്തിൻ്റെ മുമ്പാകെയാണ് നാം ഇപ്പോൾ മുട്ടുകുത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ആ തിരുനിവാസത്തിലേക്ക് വരുവാൻ തക്കവണ്ണം നമ്മൾ എത്ര ഭയത്തോടെ ഭക്തിയോടെയാണ് വരേണ്ടത്. പഴയ നിയമവിശ്വാസികൾ ആദരിച്ചിരുന്നതും ആരാധിച്ചിരുന്നതും സങ്കീർത്തനം 99-ന്റെ 1-ാം വാക്യത്തിലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ, അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു, ഭൂമി കുലുങ്ങട്ടെ. യഹോവ സിയോനിൽ വലിയവനും സകല ജാതികൾക്കും മീതെ ഉന്നതനുമാകുന്നു, അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിൻ്റെ മഹത്വം ഭയങ്കരവുമായ നാമത്തെ വാഴ്ത്തട്ടെ. 5-ാം വാക്യത്തിൽ നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവിൻ, അവൻ്റെ പാദപീഠത്തിൽ നമസ്കരിപ്പിൻ, അവൻ പരിശുദ്ധനാകുന്നു. പ്രിയമുള്ളവരെ, ജാതികളായ നമുക്ക് ഈ പരിശുദ്ധനായ ദൈവത്തിൻ്റെ തിരുനിവാസത്തോട് അടുത്ത് വരുവാനോ അവൻ്റെ പാദപീഠത്തിൽ മുട്ടുകുത്തുവാനോ യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവരി കുരിശിൽ തകർത്ത് കളഞ്ഞതിൻ്റെ ഫലമായി മന്ദിരത്തിൻ്റെ അതിപരിശുദ്ധ നിവാസത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് കൃപയാലെ വിശ്വാസം മൂലം ലഭിച്ചു എന്നത് അത്ര നിസ്സാരമാകുന്നുവോ? തൻ്റെ ദേഹം എന്ന തിരശ്ശീല കീറിയതിൻ്റെ ഫലമായിട്ട് ദേവാലയത്തിലെ തിരശ്ശീല മേൽതോട്ട് താഴോട്ട് ചിന്തിയതിൻ്റെ ഫലമായി നമുക്ക് അവിടേക്കുള്ള പ്രവേശനം സൗജന്യമായി ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ്
എബ്രായ ലേഖനക്കാരൻ പറഞ്ഞിരിക്കുന്ന തക്ക സമയത്ത് കരുണ പ്രാപിപ്പാൻ ധൈര്യത്തോടെ അടുത്ത് വരാൻ കൽപ്പിച്ചിരിക്കുന്നു. ആ ധൈര്യം നമുക്ക് ലഭിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിന് മൂലം മാത്രമാകുന്നു. അതുപോലെ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുക. പഴയ നിയമ വിശ്വാസത്തിൽ എത്ര ഭയത്തോടും വിറയലോടും കൂടെയായിരുന്നു തിരുനിവാസത്തോട് അടുത്ത് വന്നിരുന്നത്. നാമോ കൃപയാലെ ക്രിസ്തുവേശുള്ള വിശ്വാസത്താലെ ദൈവമക്കളായി വീണ്ടും ജനിച്ചപ്പോൾ നമുക്ക് അവിശുദ്ധ ജനമായി തീരുകയും രാജകീയ പുരോഹിതവർഗമായി തീരുകയും ധൈര്യത്തോടെ ദൈവിക തിരുനിവാസത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് ലഭ്യമാകുകയും ചെയ്തു. ആ കൃപാസനത്തിൻ്റെ മുമ്പാകെ വരുവാനുള്ള അവകാശമൊന്നും നമുക്ക് നൽകിയിട്ടില്ല. ഏത് വിധത്തിലും, അതായത് നമ്മ ഏത് പ്രകാരവും ഇഷ്ടം പോലെ ആ തിരുനിവാസത്തിലേക്ക് വരുവാൻ നമ്മെ അനുവദിച്ചിട്ടില്ല. എങ്ങനെയാണ് ഇത്ര വലിയവനായ ദൈവത്തെ ആരാധിപ്പാൻ വരേണ്ടതെന്ന് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. എത്രയും ഗൗരവമേറിയൊരു ദൈവകൽപ്പനയാകുന്നു അത്. 22-ാം വാക്യത്തിൽ നാം എങ്ങനെയാണ് നമ്മുടെ പിതാവിൻ്റെ അടുത്ത് വരേണ്ടത്? ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ വേണം തിരുനിവാസത്തിൽ മുട്ടുകുത്തുവാൻ. അങ്ങനെയാണോ നാം ആരാധനയ്ക്കായി കടന്നു വരുന്നത്? ആഴ്ച മുഴുവനും മേൽപ്പറഞ്ഞ വിധം കർത്താവിനെ വ്യക്തികളായും കുടുംബമായും ആരാധിക്കുന്നവർക്ക് മാത്രമേ ഞായറാഴ്ച തോറും കർത്താവിനെ ആരാധിക്കാൻ അവകാശമുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്നു. അവൻ നമ്മുടെ ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നവനാകുന്നു. അവന് മറിഞ്ഞിരിക്കുന്ന യാതൊന്നുമില്ല. ആഴ്ച മുഴുവനും ലൗകിക ഭൗതിക വിഷയങ്ങളിൽ വ്യാപൃതരായി കുടുംബ പ്രാർത്ഥനയോ കുടുംബാരാധനയോ തിരുവചന വായനയോ ധ്യാനമോ വചന പഠനമോ ഒന്നുമില്ലാതെ കപടഭക്തിയോടെ ഞായറാഴ്ച ഭക്തിക്കാരായി ആരാധിക്കാൻ വരുന്നവരെ യഹോവ വെറുക്കുന്നു. നിങ്ങളുടെ ഹോമയാഗങ്ങൾ എനിക്ക് പ്രസാദമില്ല, നിങ്ങളുടെ ഹനനയാഗങ്ങൾ എനിക്ക് ഇഷ്ടമില്ല എന്ന് ദൈവം അരുളി ചെയ്താൽ അത് നമുക്ക് പ്രസാദമാകുമോ എന്ന് പറയാനിടയായാൽ അത് എത്ര നഷ്ടമാകുന്നു, എത്ര ദോഷമാകുന്നു. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 11-ാം അധ്യായം നമ്മളെപ്പോഴും വായിക്കാറുള്ളതാണ്. ആ വാക്യങ്ങളിൽ അയോഗ്യമായി സ്വയം ശോധന ചെയ്യാതെ അലക്ഷ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഈ ന്യായ പ്രമാണം അനുസരിച്ച് നമ്മെ തന്നെ ശോധന ചെയ്ത് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവം പ്രസാദിക്കുന്ന ആരാധന കഴിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പഴയ നിയമകാലത്ത് അയോഗ്യമായ തിരുനിവാസത്തിനോട് അടുത്തു വരുന്നവരെ തൽക്ഷണം ദഹിപ്പിച്ച് കളയുന്ന ദഹിപ്പിക്കുന്ന അഗ്നിയാണ് നമ്മുടെ ദൈവം. എന്നാൽ ഇന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ യോഗ്യനായ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുന്നത് കൊണ്ടാണ് ദൈവം തൻ്റെ ക്രോധാഗ്നി നമ്മുടെ മേൽ ചൊരിയാത്തത്. പക്ഷേ മേലുദ്ധരിച്ചതുപോലെ നാം നമുക്ക് തന്നെ ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്നോർക്കുക. കാരണം ഇത് ഹേതുവായി നമ്മിൽ പലരും നിദ്ര കൊള്ളുന്നു, അകാരം മരണം പ്രാപിക്കുന്നു, ബലഹീനരായിത്തീരുന്നു, രോഗികളായിത്തീരുന്നു. എത്ര ഭയത്തോടും വിറയലോടും ഭയഭക്തിയോടും ശുദ്ധിയുള്ള ഹൃദയത്തോടും ശുദ്ധിയുള്ള അധരങ്ങളോടും കൂടെ മാത്രമേ ദൈവിക തിരുനിവാസത്തിൽ സാഷ്ടാംഗം വീണ് നമുക്ക് അവനെ ആരാധിപ്പാൻ സാധിക്കുള്ളൂ. അതിനു മുമ്പ് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് നമ്മുടെ പിതാവിനെ പ്രിയപുത്രനിലൂടെ പരിശുദ്ധാത്മ നിറവിൽ ആരാധിപ്പാൻ ദൈവം പ്രസാദിക്കുന്ന ഒരാരാധന കഴിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം സ്വയം പരിശോധിക്കേണ്ടതാണ്. നാം മറ്റുള്ളവരെ പരിശോധിക്കേണ്ട ആവശ്യമില്ല. നമ്മെ തന്നെ സ്വയം പരിശോധിച്ച് നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധിയുള്ള ഹൃദയമാണോ, നമ്മുടെ അധരങ്ങൾ ശുദ്ധിയുള്ള അധരമാണോ? നാം പാപം ചെയ്തിട്ടുണ്ട്. ഒരാഴ്ച മുഴുവൻ നാം അറിഞ്ഞോ അറിയാതെയോ നാം ഈ ജഡശരീരത്തിൽ ജീവിക്കാൻ പാപം ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകാം. എന്നാൽ നാം അത് ഏറ്റുപറഞ്ഞ് പശ്ചാത്താപിച്ച് അനുതപിച്ച് അത് ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കേണ്ടതാണ്. അത് ദിനംതോറും ശുദ്ധീകരണം പ്രാപിക്കണം.
അത് ദൈവകൽപ്പനയാകുന്നു പ്രിയമുള്ളവർ. അങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ചവർക്ക് മാത്രമേ ഈ തിരുനിവാസത്തിൻ്റെ മുമ്പാകെ മുട്ടുകുത്തുവാനും ദൈവാനുഗ്രഹം പ്രാപിപ്പാനും ദൈവം പ്രസാദിക്കുന്ന ആരാധന കഴിപ്പാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നാം ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ട സുഗന്ധവർഗ്ഗങ്ങൾ, നാം കൊണ്ടുവന്നിരിക്കുന്ന സ്തുതി സ്തോത്രയാഗങ്ങൾ, നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് നിറഞ്ഞു കവിയുന്ന അധർപരമാകുന്ന സ്തോത്രയാഗങ്ങൾ ദൈവം പ്രസാദിക്കുന്നതായി തീരട്ടെ. അങ്ങനെയാണോ നാം വന്നിരിക്കുന്നത്? നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ചുകൊണ്ട് നമുക്കവനെ ആരാധിക്കാം, നമുക്കവനെ മഹത്വപ്പെടുത്താം. അതല്ല എങ്കിൽ ഈ ശിക്ഷാവിധി നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറകൾ മുഴുവനും അനുഭവിക്കേണ്ടി വരും എന്ന ഭയം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. നാം പിതാവായ ദൈവത്തെ പുത്രനിലൂടെ ആരാധിക്കാൻ കടന്നു വരുമ്പോൾ ഞായറാഴ്ച മാത്രമല്ല പ്രിയമുള്ളവരെ, ആഴ്ചയുടെ ഓരോ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് അവൻ്റെ പടിവാതിൽക്ക് മുട്ടുകുത്തി അവനെ ആരാധിച്ച് കർത്താവുമായുള്ള സംസർഗം തിരുവചനത്തിലൂടെ നാം വായിച്ച് പഠിച്ച് പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ കർത്താവുമായുള്ള സംസർഗം പുലർത്തിക്കൊണ്ടുള്ള അങ്ങനെയുള്ള അനുഭവമുള്ളവർ മാത്രമേ ഞായറാഴ്ച ആരാധിപ്പാൻ കൂടി വരാവൂ. അല്ലാതെ ഞായറാഴ്ച ആഴ്ച മുഴുവനും ഈ ലോകത്തോട് അനുരൂപരായി ലോകകാര്യങ്ങൾ ഇടപെട്ട് ഞായറാഴ്ച മാത്രം ഒടുത്തൊരുങ്ങി കപടഭക്തിയോടുകൂടെ വരുന്ന ആരാധന, അങ്ങനെ കഴിക്കുന്ന ആരാധന നമ്മുടെ കർത്താവ് സ്വീകരിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഭയത്തോടും വിറയലോടും കൂടെ നമ്മെ തന്നെ പരിശോധിച്ച് ശുദ്ധിയുള്ള അധരത്തോടുകൂടെ ശുദ്ധിയുള്ള ഹൃദയത്തോടുകൂടെ നമ്മുടെ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുവാൻ മഹോന്നതനായ ദൈവമേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, വന്ദിക്കുന്നു, ഞങ്ങളിതാ സാഷ്ടാംഗം എഴുന്നതിനെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.